ഹോർമൂസ് വിഷയത്തിൽ ഇറാനും യുഎസും വീണ്ടും നിലപാട് കടുപ്പിച്ചതോടെ ഗൾഫ് മേഖലയിലെ ആശയക്കുഴപ്പം വിട്ടുമാറുന്നില്ല. വെടിനിർത്തൽ ധാരണ പൊളിഞ്ഞുവോ ഇല്ലയോ എന്ന അവ്യക്തതയാണ് പ്രധാന കാരണം. അതേസമയം ഹോർമൂസിൽ ഇറാൻ സൈന്യം ഇന്ത്യൻ എണ്ണക്കപ്പലിന് നേരെ വെടിവെച്ചത് ഒമാൻ തീരത്തു നിന്നാണ് എന്നതും ആശങ്ക പരത്തുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇസ്രായേൽ ലബനൻ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് തുറന്നെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ഏപ്രിൽ 17 വെള്ളിയാഴ്ചയാണ്. എന്നാൽ ഏപ്രിൽ 18 ആയപ്പോൾ 8ന്റെ പണി പോലെ ഹോർമുസ് വീണ്ടും കീറാമുട്ടിയായി. ഇതോടെ ശനിയാഴ്ച ഇറാനും അമേരിക്കയും മലക്കം മറിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവികോപരോധം വീണ്ടും ശക്തിയോടെ തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ നാവികോപരോധം തുടരുന്നതിനിടെ അമേരിക്ക തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചതായി ഇറാന്റെ സൈനിക കമാൻഡ് ആരോപിക്കുന്നു. ഇതോടെ കെട്ടടങ്ങിയ സംഘർഷം മറ്റൊരു വിവാദത്തിലേക്ക് കടന്നു. ഇതിനിടെയാണ് ഹോർമുസിൽ ഇറാൻ സൈന്യം ഇന്ത്യൻ എണ്ണക്കപ്പലിന് നേരെ വെടിവെച്ചത്. 20 ലക്ഷം ബാരൽ എണ്ണയുമായി ഹോർമുസ് കടക്കുകയായിരുന്ന ജാഗ് അർണവ് എന്ന ഇന്ത്യൻ കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഒമാന്റെ വടക്കൻ തീരത്ത് വെച്ച് ഇറാൻ സൈന്യം വെടിവെച്ചു എന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളും കൂടുതൽ പ്രതീക്ഷകളോടെ വെള്ളിയാഴ്ച മുതൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് അമേരിക്കയുടെയും ഇറാന്റെയും അപ്രതീക്ഷിത നീക്കങ്ങൾ ഗൾഫ് മേഖലയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.